ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും ഒരു കുരുക്ക് മുറുകുന്നതായി സൂചന. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുലിനെ ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് അറിയുന്നു. പ്രതികളുടെ ശബ്ദരേഖയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുള്ളതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്യുന്നതിനായി മാങ്കൂട്ടത്തിനെ വിളിപ്പിക്കുന്നത്. വിവരങ്ങളുമായി ഷബീദ് ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. നമുക്കറിയാം, ഈ ലൈംഗിക ആരോപണങ്ങൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ എത്തുമ്പോൾ രാഹുലിനെ പിടിച്ചുലച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഈ വ്യാജ തിരിച്ചറിയൽ രേഖ വിവാദം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി വ്യാജ തിരിച്ചറിയൽ രേഖ അത് ഉണ്ടാക്കി, അത് വെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ടു, തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്നൊക്കെയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യം മ്യൂസിയം പോലീസും പിന്നീട് തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റും അന്വേഷണം ആരംഭിച്ചിരുന്നു. അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യാൻ നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശനിയാഴ്ചയാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്. ഈ കേസിലെ മൂന്നാം പ്രതിയും രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്തുമായിരുന്ന അഭിനന്ദ് വിക്രം, അദ്ദേഹത്തിന്റെ ഫോൺ രേഖകൾ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച് പോലീസ് റിട്രീവ് ചെയ്തെടുത്തിരുന്നു. ആ ഫോൺ രേഖയിൽ പലയിടത്തും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യാൻ നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് ജവഹർ നഗർ യൂണിറ്റ് ഡിവൈഎസ്പി ആയിട്ടുള്ള സജീവനാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളും രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളുമായിരുന്ന അഭിനന്ദ് വിക്രമൻ, രഞ്ജു ഫെനി നയനാൻ, ബിനിൽ ബിനു, വികാസ് കൃഷ്ണ, ജയ്സൺ എന്നിവരാണ് കേസിലെ പ്രതികൾ. നേരത്തെ ചില ഫോറൻസിക് പരിശോധനകൾ നടത്തിയപ്പോൾ രാജ്യദ്രോഹ കുറ്റമടക്കം വരാൻ തരത്തിലുള്ള ചില കൃത്രിമത്വങ്ങൾ ഈ പ്രതികൾ കാണിച്ചു എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഏതായാലും അതിന്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടി ചോദ്യം ചെയ്യാൻ നിലവിൽ ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.